ഭാരതത്തിന്റെ അയൽരാജ്യമായ പാകിസ്ഥാൻ ഗുരുതരമായ ആഭ്യന്തര പ്രതിസന്ധിയിലൂടെ നീങ്ങുന്നു. അതാണ് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ. രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ആഭ്യന്തര വിഷയങ്ങളാണ് പാകിസ്ഥാനെ ഗുരുതരമായി ബാധിച്ചിരിക്കുന്നു. ഒന്ന്, നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രൊവിൻസ്, അതായത് ഖൈബർ പഖ്തൂൺഖ, പഴയ ഒരു വസീറിസ്ഥാൻ മേഖലയൊക്കെ അടങ്ങുന്ന ഒരു മേഖലയാണ്. അതിർത്തി ഗാന്ധിയൊക്കെ കടന്നു വരുന്ന മേഖല, പത്താന്മാരുടെ കേന്ദ്രം. അവിടെ നിന്നും വലിയ ഭീഷണി വരുന്നു. രണ്ട്, പാകിസ്ഥാന്റെ തെക്ക് പടിഞ്ഞാറുള്ള ഒരു മേഖല, അതാണ് ബലൂചിസ്ഥാൻ. ഇറാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ബലൂചിസ്ഥാൻ. ആ മേഖലയിൽ നിന്നും സുരക്ഷാ ഭീഷണി വരുന്നു. വെറും സുരക്ഷാ ഭീഷണിയല്ല, പാകിസ്ഥാൻ സൈന്യത്തിനെതിരെ തീവ്രമായ ആക്രമണങ്ങൾ, ഒറ്റ തിരിഞ്ഞുള്ള ആക്രമണങ്ങൾ സംഭവിക്കുന്നു. ഏറ്റവും അവസാനം സംഭവിച്ചത് ബലൂചിസ്ഥാനിൽ വെച്ച് പാകിസ്ഥാൻ സൈനികരെ, 18 സൈനികരെ ബലൂച്ച് ലിബറേഷൻ ആർമി BLA അവർ കൊലപ്പെടുത്തുകയാണ്. തിരിച്ചടിയിൽ പാകിസ്ഥാന്റെ സൈന്യം അത് തിരിച്ചടിച്ചു. തിരിച്ചടിയിൽ 24 ബലൂചിസ്ഥാൻ ഫൈറ്റേഴ്സും മരിച്ചു വീണു. അപ്പൊ ഇതൊരു നമ്പേഴ്സ് മാത്രമാണ് എന്ന് കരുതി തുച്ഛീകരിക്കാൻ വരട്ടെ, ഇതൊരു ട്രെൻഡിന്റെ ഭാഗമാണ്. നോക്കൂ, തെക്ക് പടിഞ്ഞാറുള്ള ബലൂചിസ്ഥാൻ പൊതുവെ ഊഷര ഭൂമിയാണ്. പക്ഷെ അവിടെ വലിയ തോതിലുള്ള ധാതു നിക്ഷേപമുണ്ട്. അതിനേക്കാൾ പ്രധാനമാണ് അവിടുത്തെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. പാകിസ്ഥാന്റെ എല്ലാ ഊർജ ആവശ്യങ്ങൾക്കും ഉതകുന്ന രീതിയിലുള്ള ഹൈഡ്രോ കാർബൺ നിക്ഷേപം ആ മേഖലയിലുണ്ട്. പക്ഷെ അത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണമെങ്കിൽ ആ പ്രദേശം ശാന്തമാവണം. അതിനെ പാകിസ്ഥാൻ കണ്ടുവച്ചിരുന്നത് ചൈനയാണ് പാകിസ്ഥാന്റെ ബലൂചിസ്ഥാന്റെ തെക്കുള്ള അറബിക്കടലിലേക്ക് തുറക്കുന്ന ഗദ്ദാർ തുറമുഖം വികസിപ്പിച്ചെടുത്തത്. ഈ ഗദ്ദാർ തുറമുഖത്തിന്റെ വികസനത്തിന് ചൈന വലിയൊരു തുക ചെലവഴിച്ചു. ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലെ ഒരു പ്രധാന ഇടവുമാണ്. അത് മാത്രമല്ല, ചൈനയുടെ സ്ട്രിംഗ് ഓഫ് പേൾസ് പോളിസിയിലെ ഒരു പ്രധാന തുറമുഖവുമാണ് ആ ബലൂചിസ്ഥാന്റെ ഗദ്ദാർ തുറമുഖം. ഇപ്പോൾ ഇതാ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബലൂചിസ്ഥാനിൽ ആ ഗദ്ദാറിൽ തന്നെ ഒരു എയർപോർട്ടും തുറന്നു. പക്ഷെ ചൈന അത്ര സന്തോഷത്തിലല്ല. വേണ്ട രീതിയിലുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ സംരക്ഷണം തങ്ങളുടെ കൺസ്ട്രക്ഷൻ വർക്കിന് ലഭിക്കുന്നില്ല എന്നൊരു പരിഭവം ചൈനയ്ക്കുണ്ട്. ചൈനയുടെ എഞ്ചിനീയർമാർ, ടെക്നീഷ്യൻസ്, വർക്കേഴ്സ്, അവർക്ക് ചൈനയിലെ സ്വകാര്യ മെർസനറീസ് അല്ലെങ്കിൽ സായുധ സംഘങ്ങൾ കാവല് നിൽക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ അവരെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയുടെ പ്രവർത്തകർ ആക്രമിക്കുന്നു. പാകിസ്ഥാൻ സൈന്യത്തിനെ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടി വരുന്നു. അത് വളരെ വലിയൊരു അലോസരമാണ് ചൈനയും പാകിസ്ഥാനും തമ്മിൽ സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചൈനയുടെ ഒഫീഷ്യൽ ഒരു റെസ്പോൺസ് വന്നു കഴിഞ്ഞു. ഞങ്ങൾക്ക് കാര്യമായ പ്രയോജനം പാകിസ്ഥാന്റെ തെക്കൻ പ്രദേശത്ത് നിന്ന് ഞങ്ങൾക്ക് കാര്യമായ ഒരു പ്രയോജനം ലഭിക്കുന്നില്ല എന്ന ഒരു പരിഭവം നിറഞ്ഞ വാക്കുകൾ ചൈനീസ് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞു. ചൈന നോക്കുന്നത് ആത്യന്തികമായി മധ്യേഷ്യയും അറബിക്കടലിനെയും ബന്ധിപ്പിക്കുന്ന, പ്രത്യേകിച്ചും ചൈനീസ് മെയിൻലാൻഡിനെയും അറബിക്കടലിനെ ബന്ധിപ്പിക്കാൻ പാകിസ്ഥാനിലൂടെ ഗദ്ദാർ തുറമുഖത്തെത്തി അത് നടക്കുമെന്നാണ്. തിയററ്റിക്കലി അതെല്ലാം ശരിയാണ്. പക്ഷേ ബലൂചിസ്ഥാൻ അശാന്തമാണ്. ബലൂചിസ്ഥാൻ സ്വതന്ത്ര പരമാധികാര രാജ്യമാവണം എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗം ജനം അവിടെയുണ്ട്. ആ ജനങ്ങൾ അവർ തീർത്തും നിരാശരാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഒരു ചിറ്റമ്മ നയത്തിനോട് വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് ബലൂചിസ്ഥാനിലാണ്. പക്ഷെ ഏറ്റവും അവികസിത പ്രദേശവും ബലൂച്ച് മേഖല തന്നെയാണ്. അപ്പൊ അവിടെ ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി നടക്കുന്നില്ല എന്നതാണ് പരിഭവത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് പണ്ട് ഈ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് തന്നെ, അല്ലെങ്കിൽ രാജീവ് ഗാന്ധി 1984 മുതൽ 89 വരെ അധികാരത്തിലിരുന്ന സമയത്ത് വലിയ തോതിൽ അവിടെ ബലൂച്ച് മേഖലയുമായി സഹകരണം ഉണ്ടാക്കാൻ ശ്രമം നടത്തി. അവരുടെ സുരക്ഷാ രംഗത്തൊക്കെയുള്ള SS ഖാങ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അതിനുവേണ്ടി ഏറെ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ശിഷ്യനാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ. അപ്പൊ ഇന്ത്യയുടെ ഒരു ചെറിയ പിന്തുണയുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്, പിന്തുണയുണ്ട്, ബലൂച്ച് ജനതയോടൊരു ഐക്യദാർഢ്യവുമുണ്ട്. പക്ഷെ ഇന്ത്യ നേരിട്ട് ബലൂചിസ്ഥാൻ സൈനിക സഹായം കൊടുക്കുന്നു എന്ന രീതിയിലുള്ള ഒരു നറേറ്റീവ്, അതിന് സ്ഥിരീകരിക്കപ്പെട്ട വിവരമല്ലത്. അതുകൊണ്ട് അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ബലൂചിസ്ഥാന് തീർച്ചയായും പാകിസ്ഥാനെ
കൊമ്പ് കുത്തിക്കാൻ കഴിയും. കാരണം അത്രയ്ക്ക് തന്ത്രപ്രധാനമായ മേഖലയിലാണ്. അത് മാത്രമല്ല ഇറാനുമായിട്ടുള്ള അതിർത്തിയിലാണ്. അതാണ് ഒരു വശം. മറുവശം പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തി, പാക് തെഹരിക്കെ താലിബാൻ. തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന വിഭാഗം താലിബാന്റെ പാകിസ്ഥാൻ വിങ് ആണ്. നമുക്കറിയാമല്ലോ, അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടമാണ് താലിബാൻ. താലിബ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് എന്നാണ് അർത്ഥം. ഒരു സ്റ്റുഡന്റ് മൂവ്മെന്റ് ആയി തുടങ്ങി, പിന്നീട് ഒരു റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് മൂവ്മെന്റ് ആയിട്ട് വളർന്ന് അഫ്ഗാനിസ്ഥാന്റെ ഭരണകൂടമാവുകയും അമേരിക്കയുടെ മേധാവിത്വത്തെ ചോദ്യം ചെയ്ത ബിൻ ലാഡൻ അഭയം കൊടുക്കുകയും അവസാനം 9/11/2001 സംഭവിക്കുന്നതിനെ കാബൂളും കാണ്ഡഹാറും ഒക്കെ ഒരു കാറ്റലിസ്റ്റായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തത് ചരിത്രത്തിന്റെ ഭാഗമാണല്ലോ. അതിനുശേഷം വന്ന അമേരിക്കയുടെ ആക്രമണം, അങ്ങനെ താലിബാനിൽ നിന്നും അഫ്ഗാനിസ്ഥാൻ മോചിപ്പിക്കപ്പെടുന്നു. അമേരിക്ക ഒരു സ്റ്റൂജിനെ അവിടെ അധികാരത്തിൽ കൊണ്ടുവരുന്നു. അദ്ദേഹത്തിനെ ഇപ്പോൾ പുറത്താക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു പോകാൻ അവസരം കൊടുത്തുകൊണ്ട് താലിബാന് വീണ്ടും വെള്ളിത്തരത്തിൽ വെച്ച് അധികാരം കൊടുത്തു. ഇതൊക്കെ അമേരിക്കയ്ക്ക് ഒരു കുട്ടിക്കളിയാണ്. പക്ഷേ അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യം ആകെ കുട്ടിച്ചോറായ മട്ടാണ്. ഇവിടെ താലിബാൻ വീണ്ടും അധികാരത്തിൽ എത്തിയിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കേണ്ടതാണ്, നല്ല സൗഹൃദ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയല്ല ഉണ്ടായത്. ആദ്യകാലത്തെ സൗഹൃദം അൽപായുസായിരുന്നു. പാകിസ്ഥാൻ താലിബാനും അഫ്ഗാൻ താലിബാനും ചേർന്നുകൊണ്ട് പാകിസ്ഥാന് വലിയ സുരക്ഷാ ഭീഷണിയാണ്. നൂറുകണക്കിന് സൈനികരാണ് അഫ്ഗാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ അഫ്പാക് മേഖലയിൽ പൊലിഞ്ഞു വീണ ജീവനുകൾ. കഴിഞ്ഞ ഒരു വർഷം തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന് ഏതാണ്ട് 387 പേരാണ് പോരാട്ടങ്ങളിൽ മരിച്ചത്. ഈ ഒന്നുകിൽ ബലൂച്ച് സൈന്യവുമായി അല്ലെങ്കിൽ പാക് തെഹരിക്ക താലിബാനുമായുള്ള ഏറ്റുമുട്ടലുകളിൽ മരിച്ചത്. മറുവശത്തെ ഭീകരർ എന്ന് പറഞ്ഞ വിത്തിൻ കോട്ട്സ് ഭീകരർ എന്ന് പാകിസ്ഥാൻ മുദ്ര കുത്തുന്ന ബലൂച്ച് പോരാളികളെയും അല്ലെങ്കിൽ പക്താൻ അല്ലെങ്കിൽ പക്തൂൺ പോരാളികളായ തെഹരിക്കെ താലിബാൻ പാകിസ്ഥാൻ പോരാളികളെയും വകവരുത്തിയത് 900-ൽ പരം പേരെയാണ് വകവരുത്തിയിരിക്കുന്നത്. അപ്പൊ വലിയ ചോരപ്പുഴയാണ് അവിടെ ഒഴുകുന്നത്. പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന് നിലനിൽക്കണമെങ്കിൽ ബലൂച്ച് മേഖലയും ഖൈബർ പഖ്തൂൺഖ മേഖലയും ശാന്തമായെങ്കിലേ പറ്റൂ. സ്വതന്ത്രമാകാനാവില്ലായിരിക്കാം, ശാന്തമായെങ്കിലേ പറ്റൂ. ഇപ്പോൾ പാകിസ്ഥാൻ മുഴുവൻ ഊർജവും കേന്ദ്രീകരിക്കുന്നത് പഞ്ചാബിലേക്കാണ്. പാകിസ്ഥാന്റെ ആസ്തികളുടെ സിംഹഭാഗവും ചെലവാക്കപ്പെടുന്നത് പഞ്ചാബിനാണ്, പഞ്ചാബിന്റെ വികസനത്തിനാണ്. ആർമിയുടെ സിംഹഭാഗവും കടന്നു വരുന്നത് പഞ്ചാബിൽ നിന്നുമാണ്. സിന്ധികൾക്ക് പോലും, തെക്കുള്ള കറാച്ചി കേന്ദ്രമായ സിന്ധിന് പോലും അക്കാര്യത്തിൽ വേദനയുണ്ട്, ആകാംക്ഷയുണ്ട്, ആശങ്കയുണ്ട്. പക്ഷെ പാകിസ്ഥാൻ ഈസ് ഗ്രാജ്വലി ബിക്കമിങ് എ ഫെയിൽഡ് സ്റ്റേറ്റ്. കാശ്മീരിന് വേണ്ടി വലിയ തോതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും തീവ്രവാദികളെ പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന സമയത്തിന് പാകിസ്ഥാൻ സ്വന്തം രാജ്യം ഒരു സാമാന്യം നന്നായി ഭരിച്ചിരുന്നുവെങ്കിൽ, വിവിധ വിഭാഗങ്ങളെ കാര്യമായ ബുദ്ധിമുട്ടില്ലാതെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു എങ്കിൽ തീർച്ചയായും ഈ ദുരവസ്ഥ പാകിസ്ഥാൻ വരില്ലായിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് കടുത്ത സാമ്പത്തിക അരാജകത്വം. ഒരു ബെയിൽ ഔട്ട് പാക്കേജിലാണ്, വേൾഡ് ബാങ്കിന്റെ ഒക്കെ ഒരു ബെയിൽ ഔട്ട് പാക്കേജിലാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത്. ജനാധിപത്യ പ്രക്രിയ പൂർണ്ണമായി അട്ടിമറിക്കപ്പെട്ടു. ഇപ്പോൾ ഷഹബാസ് ഷെരീഫ് എന്ന പ്രധാനമന്ത്രിക്ക് ഒരു പോപ്പുലർ മാൻഡേറ്റ് ലഭിച്ചിട്ടില്ല എന്ന് ഓർക്കണം. ഒരു പൊതു തെരഞ്ഞെടുപ്പ് നടത്തണം. അപ്പോൾ ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി, അപ്പൊ ഈ പാർട്ടി വളരെ ശക്തമാണ്. ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ഒരുപക്ഷെ ഇമ്രാൻഖാന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം ലഭിക്കും. പക്ഷേ ഇമ്രാൻഖാൻ അകത്താണ്. പല കേസുകളിൽ പെടുത്തി ഇമ്രാൻ തോഷാഖാന് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട കേസുകൾ എന്ന് വേണ്ട ഒരുപാട് കേസുകളിൽപ്പെട്ട ഇമ്രാൻഖാനെ വ്യക്തിപരമായി എലിമിനേറ്റ് ചെയ്യുന്ന തിരക്കിലാണ് അവിടുത്തെ സൈന്യവും ഭരണകൂടവും ചേർന്ന്. അതുകൊണ്ട് ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന ഈ രഹസ്യാന്വേഷണ സംഘടന, പാകിസ്ഥാൻ ചാര സംഘടന, പാക് സൈന്യം, പാകിസ്ഥാൻ രാഷ്ട്രീയ നേതൃത്വം, ഇതെല്ലാം ചേർന്ന ഒരു ദൂഷിത വലയമാണ് എക്കാലത്തും പാകിസ്ഥാൻ ഭരിക്കുന്നത്. ഇപ്പോഴും അതങ്ങനെ തന്നെയാണ്. പക്ഷേ ഇവരെല്ലാം ചേർന്ന് നിൽക്കുമ്പോഴും പാകിസ്ഥാനിൽ ശാന്തത കൊണ്ടുവരാൻ ഈ സംവിധാനത്തിന് കഴിയുന്നില്ല എന്നത് ആശ്ചര്യജനകമാണ്. ഇന്ത്യ ഒരു പരിധിയിൽ കൂടുതൽ പാകിസ്ഥാൻ അസ്ഥിരപ്പെടുന്നത് ആഗ്രഹിക്കുന്നില്ല. ബംഗ്ലാദേശ് ആകട്ടെ പാകിസ്ഥാൻ ആകട്ടെ അസ്ഥിരപ്പെട്ടാൽ അതിന്റെ റാമിഫിക്കേഷൻസ് ഇന്ത്യക്കും കൂടിയായിരിക്കും ഉണ്ടാവുക എന്ന നല്ല ബോധ്യം ഇന്ത്യക്കുള്ളത് കൊണ്ട് ഒരു പരിധിവരെ പാകിസ്ഥാൻ ബലഹീനമാകുന്നത് നമുക്ക് സ്വീകാര്യമാകും. പക്ഷേ പൂർണ്ണ പരാജിത രാഷ്ട്രമാകുകയാണെങ്കിൽ അവിടെ നിന്നുൾപ്പെടെയുള്ള അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയിലേക്ക് വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് ഇന്ത്യയും വളരെ കരുതലോടുകൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.